വിദ്യാർത്ഥി സംഘത്തിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കൊലക്കുറ്റം ചുമത്തപ്പെട്ട 5 വിദ്യാർത്ഥികളെയും കെയർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്യും. മറ്റന്നാൾ ആരംഭിക്കാനിരിക്കുന്ന SSLC പരീക്ഷ എഴുതാൻ ഇവർക്ക് അവസരം ഉണ്ടാകും. രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, ക്രൂര കൊലപാതകത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഈ ക്ഷതമേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് ഈ കുറ്റക്കാർ ആയ വിദ്യാർത്ഥികൾ കൃത്യം നടപ്പാക്കുന്ന അടക്കം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ പൂർണ്ണമായും ലഭ്യമായ ശേഷമേ നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യം. കാരണം അപ്പോൾ അതിൻ്റെ ചിത്രം വ്യക്തമാകും. ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇത്രത്തോളം വൈകാരികമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. രാഹുൽ, പ്രതീക്ഷ, അതിക്രൂരമായ സംഭവം 10ാം ക്ലാസ്സിലെ 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ സംഘടിച്ചുണ്ടായ സംഘർഷം, അതിലൊരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാകുന്നു എന്നത് സമൂഹത്തെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്പസമയം മുൻപാണ് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്ന് താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോയത്. കുട്ടിയുടെ കുടുംബം താമരശ്ശേരിയിൽ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവിടേക്ക് ആദ്യമേ കൊണ്ടുപോകും. അതിനുശേഷം മദ്രസയിൽ പൊതുദർശനം, 4 മണിയോടുകൂടി പള്ളിയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കും എന്നാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിലുള്ള വളരെ ചെറിയ വിവരങ്ങൾ മാത്രം നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. കുട്ടിയുടെ തലയോട് പൊട്ടിയിരുന്നു എന്നതാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ, ഫോറൻസിക് സർജൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ആയുധം ഉപയോഗിച്ച്, നഞ്ചക്ക് ഉപയോഗിച്ച് കുട്ടിയുടെ തലയ്ക്ക് ഏറ്റ അടിയിൽ തലയോട് പോലും പൊട്ടിപ്പോയിരുന്നു. അത്രയും ഗുരുതരമായ ആന്തരിക ഇഞ്ചുറിയാണ് കുട്ടിക്ക് സംഭവിച്ചിരുന്നതെന്നതാണ്. ഷഹബാസിനെ നോക്കുന്ന സമയത്ത് പുറംഭാഗത്ത് അങ്ങനെ കാര്യമായ പരിക്കുകളൊന്നും കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ തലയിൽ ആന്തരികമായി അത്രത്തോളം ഗുരുതരമായ പരിക്ക് സംഭവിച്ചിരുന്നു എന്നതാണ്. കുട്ടി 4:30 വീട്ടിൽ നിന്ന് പോകുന്നത്. 7 മണിയോടുകൂടിയാണ് തിരിച്ച് സുഹൃത്തുക്കൾ തന്നെ വീട്ടിൽ എത്തിക്കുന്നതും. പക്ഷേ അബോധാവസ്ഥയിലായിരുന്നു, അവശനായിരുന്നു എന്നുള്ളതാണ്. വീട്ടിൽ വന്ന കട്ടിൽ തന്നെ ക്ഷീണിതനായി കിടക്കുകയാണ്. ബന്ധുക്കളോട് ഒരക്ഷരം മിണ്ടാൻ പോലും, ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് കുട്ടി ഈ കട്ടിലിൽ തന്നെ ഛർദ്ദിക്കുകയും ചെയ്തു. ഏതായാലും ഫോറൻസിക് സർജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തുകയാണ്. ഒപ്പം 5 വിദ്യാർത്ഥികൾ അവരുടെ ജാമ്യാപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തള്ളുകയും ചെയ്തു. തിങ്കളാഴ്ച SSLC പരീക്ഷ ആരംഭിക്കുകയാണ്. പരീക്ഷ എഴുതാനുള്ള അവസരം കുട്ടികൾക്കുണ്ടാകും. പോലീസിൻ്റെ കാവലിലാണ്. കെയർ ഹോമിൽ വെച്ച് തന്നെ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയുക. പരീക്ഷയാണെന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പറഞ്ഞത്. അപ്പോൾ ജുവനൈൽ ബോർഡ് മറുപടിയായി പറഞ്ഞു, പരീക്ഷ എഴുതാനുള്ള അവകാശം, അനുമതി നിങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ്. അതിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്തതാണ് പോലീസ്. കുട്ടി വധശ്രമം അതുപോലെ സംഘടിച്ചുള്ള ആക്രമണമാണ് ആദ്യഘട്ടത്തിൽ ചുമത്തിയിരുന്നത്. ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി രക്ഷിതാക്കൾക്കൊപ്പം വിടുകയാണ് ഇന്നലെ ചെയ്തിരുന്നത് എന്നതാണ്. ഷഹബാസ് മരണപ്പെട്ടതിന് പിന്നാലെയാണ് കൊലക്കുറ്റം കൂടി ചുമത്തിയിരുന്നത്. എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് ഫോറൻസിക് സർജൻ്റേതായി എടുക്കുകയാണ് പോലീസ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ കൂടുതലായി നമുക്കും ലഭ്യമാകും.